നടനെതിരെ പരാതിയുമായി സംവിധായകൻ അമ്പിളി. മാക്ട 30ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അനുകൂലിച്ച് ചിത്രം വരച്ചതിന് മർദ്ദിച്ചെന്നാണ് പരാതി. സംവിധായകൻ GS വിജയന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം. മർദ്ദനത്തിന് പിന്നിലെ സ്ക്രിപ്റ്റ് ഭാഗ്യലക്ഷ്മിയുടേതും ശ്രീമൂലനഗരം മോഹനന്റേതുമാണെന്ന് അമ്പിളി പറഞ്ഞു. പെട്ടെന്ന് ഈ GS വിജയനും ഒരു സംഘവും വന്നിട്ട് എന്നെ പിടിച്ച് തള്ളിയിട്ട് പെട്ടെന്ന് എൻ്റെ കുടുംബത്തിനും എൻ്റെ അച്ഛനമ്മമാരും ഒരു 5 തലമുറയ്ക്കുള്ള എന്താ പറയുക തെറി വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ തന്തയ്ക്ക് നടക്കാത്തത് ഇവിടെ ചെയ്യരുത്, എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വിളിച്ചിട്ട് വന്നതാണ് മേക്കടെ, ഞാൻ വലിയ കയറി വന്ന ആളല്ല, ഞാൻ വന്നു വരയ്ക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വല്ല ഇതും ഈ ചിത്രത്തിൻ്റെ ഉള്ളടക്കത്തിലുണ്ടെങ്കിൽ അതെൻ്റെ കുറ്റമല്ല. എൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം നൽകി ഞാൻ വരച്ചു. നിങ്ങൾ ഒരു സബ്ജക്റ്റും എന്നോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ കാക്കയും പൂച്ചും പൂമാറ്റം വരയ്ക്കാൻ വന്ന ഒരാളല്ല. ഇപ്പോഴത്തെ സിനിമാ പ്രശ്നങ്ങൾ ഞാൻ ഇതിവൃത്തിയാക്കി വരച്ചു. ഇതാണ് ഉണ്ടായത്. അത് ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് റോട്ടിൽ നിന്ന് വരയ്ക്കാൻ പറഞ്ഞു. ഈ GS വിജയൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പെയിൻറ്റിങ്ങും ഈ പറയുന്ന ഈസിലും എല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞ് ചവിട്ടി ഇതായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ തമ്പി സാറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആദരവുണ്ടെന്ന് പറഞ്ഞപ്പോൾ തമ്പി സാറിന് കൊടുക്കാൻ വേണ്ടി ഞാൻ 3-4 ദിവസം കുത്തിരുന്ന് വരച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തമ്പി സാറിന് ഒരുപാട് സ്നേഹത്തോടെ അമ്പിളി എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി വെച്ച ഒരു ചില്ലിട്ട ഒരു പടം ഉണ്ടായിരുന്നു, വലിയ സീസൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം എടുത്ത് നമ്മൾ കാറിൽ തിരിച്ച് കയറുമ്പോൾ കാറിൽ ഞാൻ തിരിച്ച് കയറുന്ന സമയത്തും ഇവർ അവിടെ വന്നിട്ട് മുടക്കണ്ടാക്കണം. എന്നെ ഒരു തരത്തിലും അവർ നിൽക്കാൻ സമ്മതിക്കുന്നില്ല. ടൗണുകളുടെ പുറത്തടക്കം. അപ്പം ഞാൻ തിരിച്ചു മോഹനെ വിളിച്ചു. മോഹൻ ഇങ്ങനെ ചെറിയ സംഭവം ഉണ്ട് പറഞ്ഞു. മോഹൻ പറഞ്ഞു ഞാൻ മീറ്റിങ്ങിലാണ്, തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഭാഗ്യലക്ഷ്മിയെ വിളിച്ചു പറഞ്ഞു നമ്മളായിട്ട് എവിടെ നിൽക്കണമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ടൗണുകളുടെ മുമ്പിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാൻ 5 മിനിറ്റ് എത്താൻ പറഞ്ഞു. 5 മിനിറ്റ് പോയി ഒരു 3/4 മണിക്കൂർ ഞാൻ അവിടെ നിന്നിട്ടും ഇവരാരും വന്നില്ല. എനിക്ക് പിന്നെ കാത്തു നിൽക്കാൻ പറ്റിയ സമയത്തല്ല. കാരണം ഞാനവിടെ നിൽക്കുമ്പോഴൊക്കെ ഇവർ എൻ്റെ അടുത്ത് തർക്കിച്ചും എന്നെ തള്ളിയും എന്നെ ദേഹോപദ്രവം ഏൽപ്പിച്ചുകൊണ്ട് നിൽക്കാൻ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും?